ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മളൊരു മൈക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേബിൾ അത്ര വലിപ്പമില്ല. നമുക്ക് ഒരു മിനിമം ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അധികം കുറച്ച് ലോങ് പോയി കഴിഞ്ഞാൽ ഒന്നിക്കൽ മൈക്ക് ഇളകും അല്ലെങ്കിൽ ഫോണ് താഴെ വീഴും, അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കേബിൾ കുറച്ച് വലിപ്പമുള്ളൊരു മൈക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പം ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടു. ബോയയുടെ By-M1 എന്നിട്ടുള്ള ഒരു മൈക്കിൻ്റെത്. അപ്പോൾ എനിക്ക് കുറേ റിവ്യൂസ് കണ്ടപ്പോൾ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങി നോക്കാൻ. കുറച്ച് എമൗണ്ട് ഉണ്ട്. ഇതിന് ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായ റേറ്റ് വന്നിട്ട് 650 രൂപ വരുന്നുണ്ട്. അപ്പം ഈ ഒരു റേറ്റിനാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒരു ചെറിയ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇതാ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ ഇതിലൊരു പൗച്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പൗച്ച് ഓപ്പണായി കിടന്നതുകൊണ്ട് അതിന് നേരെ ആ ഒരു കേബിളും മൈക്കൊക്കെയാണ് എൻ്റെ കയ്യിൽ വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ പവർ പാക്കാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു മാറ്റ് ടൈപ്പിലുള്ള ഒരു പവർ പാക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അതായത് മൈക്കിലിടുന്ന ആ ഒരു പൗച്ചും അതുപോലെ തന്നെ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ മൈക്രോഫോണിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലിപ്പാണിത്. അപ്പം ഇത് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലിപ്പ് അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബാറ്ററിയാണ്. ചെറിയ ടൈപ്പിലുള്ള ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ വാച്ചിനൊക്കെ വരുന്ന പോലെയുള്ള ചെറിയ ബാറ്ററിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പവർ പാക്കിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു വിൻഷീൽഡ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, അത്യാവശ്യം പുറത്തുനിന്ന് വരുന്ന നോയ്സും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഷീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ കേബിളാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ മൈക്കിൻ്റെ കേബിൾ തീരെ വലിപ്പം ഉണ്ടായിട്ടില്ല. ഒരു മിനിമം ഡിസ്റ്റൻസിൽ നിന്നിട്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള നല്ലൊരു കേബിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ളത് നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാവുന്നതാണ്. അപ്പം ഈ ഒരു മൈക്കിലാട്ടോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൈക്ക് വെച്ചിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒന്നിച്ച് ഈ ഒരു പൗച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, പൗച്ചിൽ നിന്ന് ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ആ ഒരു കേബിളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പൗച്ച്. നമുക്ക് അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൗച്ചിലിട്ടിട്ട് നല്ല സെക്യൂറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ പൗച്ച് വന്നിട്ടുള്ളത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പൗച്ച് തന്നെയാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.